പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് ആര്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന പണ്ഡിറ്റ് കറുപ്പന് കവിതകളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം മാനിച്ച് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന ബഹുമതി നൽകി. അയ്യങ്കാളി അന്തരിച്ച വർഷം ഏതാണ്? 1941. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ദളിത് അവകാശങ്ങൾക്കുവേണ്ടി പോരാടിയ നേതാവുമായിരുന്നു അയ്യങ്കാളി. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിച്ചു. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് വിദ്യാപോഷിണി. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരു രചിച്ച പ്രധാനപ്പെട്ട കാവ്യകൃതികളിലൊന്നാണ് നവമഞ്ജരി. ഇത് തന്റെ ഗുരുനാഥനും ചിരകാല സുഹൃത്തുമായിരുന്ന ചട്ടമ്പി സ്വാമികൾക്ക് ഗുരു സമർപ്പിച്ചതാണ്. ചട്ടമ്പി സ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമനപ്പേര് എന്തായിരുന്നു? കുഞ്ഞൻ. യഥാർത്ഥ പേര് അയ്യപ്പൻ. കേരളത്തിലെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവും ആധ്യാത്മിക ആചാര്യനുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നെങ്കിലും ചെറുപ്പത്തിൽ കുഞ്ഞൻ എന്ന് ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. സ്റ്റാമ്പുകളിൽ സ്വാമി സ്വാമി എന്ന് അച്ചടിക്കുന്ന രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ ഔദ്യോഗിക പേരാണ് ഫിന്നിഷ് ഭാഷയിൽ സ്വാമി സ്വാമി. അതുകൊണ്ട് ഫിൻലാൻഡിന്റെ തപാൽ സ്റ്റാമ്പുകളിൽ രാജ്യം സ്വാമി എന്ന് രേഖപ്പെടുത്താറുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവൽ ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രോത്സവങ്ങളിൽ ഒന്നാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ഫ്രാൻസിലെ കാൻ നഗരത്തിലാണ് ഇത് ഓരോ വർഷവും നടക്കുന്നത്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. പുല്ലുവർഗത്തിലെ ഗ്രാമിനിയെ കുടുംബം ഏറ്റവും വലിയതും വേഗത്തിൽ വളരുന്നതുമായ സസ്യമാണ് മുള. ഇതിന് മരങ്ങളെപ്പോലെ ഉയരം വയ്ക്കാൻ സാധിക്കും. ആണവോർജ്ജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഏതാണ്? നോട്ടിലസ്. അമേരിക്കൻ നാവികസേനയുടെ USS നോട്ടിലസ് USS നോട്ടലസ് ആണ് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ. 1954 ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടു. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആർക്കിയോളജി. പുരാതന കാലഘട്ടങ്ങളിലെ മനുഷ്യവാസത്തെയും സംസ്കാരങ്ങളെയും കുറിച്ച് പുരാവസ്തുപരമായ അവശിഷ്ടങ്ങളിലൂടെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആർക്കിയോളജി. ഇത് മനുഷ്യന്റെ ഭൂതകാലത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ ആര്? നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നേതാവുമായ നെൽസൺ മണ്ടേലയ്ക്ക് ഇന്ത്യയുടെ ഭാരതരത്നയും പാകിസ്ഥാന്റെ നിഷാൻ-ഇ-പാകിസ്ഥാനും ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെയും പരമോന്നത ബഹുമതികൾ നേടിയ ഏക ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ വിജ്ഞാനഗ്രന്ഥം ഏതാണ്? മഹാവിഭാഷം. രചിച്ചത് വസുമിത്രൻ. ബുദ്ധമതത്തിലെ സർവാസ്തിവാദ വിഭാഗത്തിന്റെ തത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ് മഹാവിഭാഷ ശാസ്ത്രം. 4ാം ബുദ്ധമത സമ്മേളനത്തിന് ശേഷം വസുമിത്രനാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഏത് ഭാഷയിൽ രചന നടത്തുന്നവർക്കാണ് ഇക്ബാൽ സമ്മാനം നൽകുന്നത്? ഉറുദു. ഉറുദു ഭാഷയിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഇക്ബാൽ സമ്മാനം. പ്രശസ്ത ഉറുദു കവി മുഹമ്മദ് ഇക്ബാലിന്റെ പേരിലാണ് ഇത് നൽകുന്നത്. ബുദ്ധിമാനായ വിഡ്ഢി, പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ, വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ അദ്ദേഹത്തിന്റെ വിചിത്രമായതും പലപ്പോഴും പരാജയപ്പെട്ടതുമായ ഭരണപരിഷ്കാരങ്ങൾ കാരണം പല ചരിത്രകാരന്മാരും ഇത്തരത്തിൽ വിശേഷിപ്പിച്ചു. ബുദ്ധചരിതം, സൗന്ദരാനന്ദം, സൂത്രാലങ്കാരം എന്നിവ രചിച്ചത് ആര്? അശ്വഘോഷൻ.
മഹാനായ ബുദ്ധമത തത്വചിന്തകനും കവിയുമായിരുന്നു അശ്വഘോഷൻ. ബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ബുദ്ധചരിതം, നന്ദന്റെയും സുന്ദരിയുടെയും കഥ പറയുന്ന സൗന്ദരാനന്ദം തുടങ്ങിയ നിരവധി പ്രമുഖ കൃതികൾ അദ്ദേഹം രചിച്ചു. ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ചത്? സിന്ധ്. ഇന്ത്യയിൽ അറബികളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയത് മുഹമ്മദ് ബിൻ കാസിമാണ്. AD 712 അദ്ദേഹം സിന്ധ് പ്രദേശം കീഴടക്കി. ഇന്ത്യയുടെ തത്ത എന്ന് വിളിക്കപ്പെട്ടതാര്? അമീർ ഖുസ്രു. പ്രശസ്ത സൂഫി കവിയും സംഗീതജ്ഞനും പണ്ഡിതനുമായിരുന്നു അമീർ ഖുസ്രു. ഹിന്ദി, പേർഷ്യൻ ഭാഷകളിൽ ധാരാളം കവിതകൾ രചിച്ച അദ്ദേഹത്തെ തൂതി-എ-ഹിന്ദ് അഥവാ ഇന്ത്യയുടെ തത്ത എന്ന് വിളിച്ചിരുന്നു. രാജാ കേശവദാസിന്റെ പട്ടണം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ. ധർമ്മരാജയുടെ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് ആലപ്പുഴ പട്ടണം വികസിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആലപ്പുഴ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി വളർന്നതിനാൽ ഈ പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതി സ്ഥാനം ഒഴിവുവന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം അലങ്കരിക്കാം? 6 മാസം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവുവന്നാൽ ഉപരാഷ്ട്രപതിക്ക് പരമാവധി 6 മാസത്തേക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കും. ഈ കാലയളവിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. രാജാക്കന്മാരുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത് ഏത്? തീബ്സ്. ഈജിപ്തിലെ പ്രാചീന നഗരമായ തീബ്സിന് സമീപത്തുള്ള പ്രദേശമാണ് രാജാക്കന്മാരുടെ താഴ്വര, വാലി ഓഫ് ദ കിങ്സ്. ഇവിടെയാണ് ഈജിപ്ഷ്യൻ ഫറവോമാരുടെയും പ്രഭുക്കന്മാരുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? ഹോക്കി. ഔദ്യോഗികമായി ഒരു ദേശീയ വിനോദം ഇന്ത്യക്ക് ഇല്ലെങ്കിലും ഹോക്കിയെയാണ് സാധാരണയായി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി കണക്കാക്കുന്നത്. ഹോക്കിയിൽ ഇന്ത്യക്ക് ചരിത്രപരമായി മികച്ച പ്രകടനമുണ്ട്. രാജമുന്ദ്രി ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാന നഗരമായ രാജമുന്ദ്രി ഗോദാവരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗോദാവരി നദിയിലെ ഒരു പ്രധാന തുറമുഖ നഗരം കൂടിയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരനാര്? മൊറാർജി ദേശായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും ലഭിച്ചിട്ടുണ്ട്. ഈ 2 ബഹുമതികളും നേടിയ ഏക ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ വടക്കേ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് സമുദ്രം ഏകദേശം ഒരു ഡി ആകൃതിയിൽ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രമാണിത്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. 2007 ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുകയും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് നേടിയെടുത്തത്. ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. കൂറ്റൻ മോവായ പ്രതിമകൾക്ക് പേരുകേട്ട ഈ ദ്വീപ് ചിലിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും കേരളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് കേരളം അറിയപ്പെടുന്നു. ഉത്തരവാദ ഭരണപ്രക്ഷോഭണ കാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ A.K. ഗോപാലൻ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ആലുവ. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനുവേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തിയ A.K. ഗോപാലനെ ആലുവയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളിലൊരാളായ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി ശാസ്ത്രീയമായി കണക്കാക്കാൻ ശ്രമിച്ചത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് സിദ്ധാന്തത്തിലൂടെയും അദ്ദേഹം പ്രശസ്തനാണ്. പുരാണങ്ങളിൽ ആന്ധ്രജന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര്?
ശതവാഹനന്മാർ. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു ശതവാഹനന്മാർ. പുരാണങ്ങളിൽ ഇവരെ ആന്ധ്രജന്മാർ അല്ലെങ്കിൽ ആന്ധ്രാഭൃത്യന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ആര്? ഇന്ത്യക്കാർ. ഗണിതശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ആശയമായ പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞർക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ എന്നിവർ ഇതിനു വലിയ സംഭാവനകൾ നൽകി. ബുധന്റെ പിതാവ് ആര്? ശുദ്ധോദനൻ. ഗൗതമ ബുധന്റെ പിതാവ് ശാക്യരാജവംശത്തിലെ രാജാവായിരുന്ന ശുദ്ധോദനനായിരുന്നു. ബുധന്റെ ജനനത്തിനു ശേഷം അദ്ദേഹം രാജകുമാരനായ സിദ്ധാർത്ഥന് സുഖസൗകര്യങ്ങൾ ഒരുക്കി. ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും കൂടിച്ചേർന്ന വർഷം ഏതാണ്? 1976. വിയറ്റ്നാം യുദ്ധത്തിനു ശേഷം 1976-ൽ വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഒരൊറ്റ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമായി ഏകീകരിച്ചു. ഇത് വിയറ്റ്നാമിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. പുരാതന സിൽക്ക് പാത കടന്നുപോകുന്ന ചുരം ഏതാണ്? നാഥുല. ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം പുരാതന സിൽക്ക് പാതയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള വാണിജ്യബന്ധത്തിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു. നിൽക്കാൻ ഒരു സ്ഥലവും ശക്തിയുള്ള ഒരു കോലും തന്നാൽ ഈ ഭൂമിയെത്തന്നെ ഞാൻ പൊക്കിമാറ്റാം എന്ന് പറഞ്ഞതാര്? ആർക്കിമിഡീസ്. പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായിരുന്ന ആർക്കിമിഡീസ് ആണ് ഈ പ്രസിദ്ധമായ പ്രസ്താവന നടത്തിയത്. ലിവർ തത്വത്തിന്റെ സാധ്യതകളെ ഇത് സൂചിപ്പിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിലെ അവസാനത്തെ മാസം ഏതാണ്? ഡിസംബർ. ഇന്ന് ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ് ഡിസംബർ. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടി ഏതാണ്? സംജോർ എക്സ്പ്രസ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സർവീസ് നടത്തിയിരുന്ന ഒരു തീവണ്ടിയാണ് സംജോർ എക്സ്പ്രസ്. ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഇതിന്റെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമാണ് യുറാനസ്. ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവനായ യുറാനസിന്റെ പേരിലാണ് ഈ ഗ്രഹം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഒരു പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ന്യൂയോർക്ക്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. ഇതൊരു പ്രധാന ആഗോള സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ശ്രീശങ്കരാചാര്യരുടെ ഗുരു ആര്? ഗോവിന്ദ് പാദർ. അദ്വൈത വേദാന്തത്തിന്റെ പ്രധാന വക്താവായിരുന്ന ശ്രീശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദ് പാദർ ആയിരുന്നു. ഗോവിന്ദ് പാദർ ഗൗഡപാദരുടെ ശിഷ്യനായിരുന്നു. നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടതാര്? ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലം മുഗൾ വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. താജ്മഹൽ ഉൾപ്പെടെ നിരവധി മനോഹരമായ നിർമ്മിതികൾക്ക് അദ്ദേഹം ഉത്തരവാദിയായതുകൊണ്ടാണ് അദ്ദേഹത്തെ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പുരാതന ലോകത്തെ ചക്രവർത്തിനി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? റോം. റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന റോം നഗരം അതിന്റെ പ്രതാപവും സ്വാധീനവും കാരണം പുരാതന ലോകത്തെ ചക്രവർത്തിനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ബുദ്ധമതാനുയായി ആയിത്തീർന്ന ഭാരത ചക്രവർത്തി ആര്? അശോകൻ. മൗര്യ ചക്രവർത്തിയായ അശോകൻ കലിംഗ യുദ്ധത്തിനുശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും അതിന്റെ പ്രചാരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബുദ്ധമതം ഒരു ലോകമതമായി വളർന്നു. നാണയങ്ങളിൽ ബുധന്റെ രൂപം മുദ്രണം ചെയ്ത ആദ്യ രാജാവാര്? കനിഷ്കൻ. കുശാന ചക്രവർത്തിയായ കനിഷ്കൻ ബുദ്ധമതത്തിന്റെ വലിയൊരു പ്രചാരകനായിരുന്നു.
അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ നാണയങ്ങളിൽ ബുധന്റെ രൂപം മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബുദ്ധമതത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആര്? ഏണസ്റ്റ് ഹെക്കൽ. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമായ ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജർമ്മൻ ജീവശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഹെക്കലാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുനൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും ഉറപ്പുനൽകുന്നു. ഇത് തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ അടിസ്ഥാന ശിലയാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ആറന്മുള. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാണ് ആറന്മുള. ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളംകളി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവയ്ക്ക് ഇത് പ്രസിദ്ധമാണ്. കേരള നിയമസഭാംഗമായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? എം. ഉമേഷ് റാവു. 1957 നടന്ന ആദ്യ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് എം. ഉമേഷ് റാവു ആണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട അംഗം. നിള, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. നിള, പേരാർ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കേരളത്തിന്റെ സാംസ്കാരിക നദിയായും ഇത് പരിഗണിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അറിയപ്പെട്ടത് ആര്? കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിനെ അദ്ദേഹത്തിന്റെ കർക്കശമായ ഭരണരീതികളും ഭരണപരിഷ്കാരങ്ങളും കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നിലക്കടല കൃഷിയിൽ മുന്നിട്ടു നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയാണ് നിലക്കടല കൃഷിയിൽ മുന്നിട്ടു നിൽക്കുന്നത്. ജില്ലയുടെ വരണ്ട കാലാവസ്ഥ നിലക്കടല കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദ. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നർമ്മദ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ ആര്? എൻ.വി. കൃഷ്ണവാര്യർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ പ്രശസ്ത കവിയും സാഹിത്യ വിമർശകനുമായിരുന്ന എൻ.വി. കൃഷ്ണവാര്യർ ആയിരുന്നു. ഭാഷാ വികസനത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. 4 വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ജോഗ് വെള്ളച്ചാട്ടം. അവ ഏതെല്ലാം? രാജ, റാണി, റോക്കറ്റ്, റോറർ. കർണാടകയിലെ ശരാവതി നദിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. രാജ, റാണി, റോക്കറ്റ്, റോറർ എന്നീ 4 പ്രധാന ധാരകൾ ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. പന്തൽ തകർന്നു വീണു മരിച്ച തുഗ്ലക്ക് സുൽത്താൻ ആര്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്ക് രാജവംശത്തിന്റെ സ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഒരു മരം കൊണ്ടുള്ള പന്തൽ തകർന്നു വീണ് അപ്രതീക്ഷിതമായി മരിക്കുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മകനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണത്തിലേക്ക് വഴിയൊരുക്കി. പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് പ്രകാരം ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ശ്രീപെരുമ്പത്തൂരിൽ ജനിച്ച വൈഷ്ണവ ആചാര്യൻ ആര്? രാമാനുജൻ. വിശിഷ്ടാദ്വൈത ദർശനത്തിന്റെ പ്രധാന വക്താവായിരുന്ന രാമാനുജാചാര്യർ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലാണ് ജനിച്ചത്. ഭക്തിപ്രസ്ഥാനത്തിന് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. നികുതി രസീത് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതി. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, കൈമാറ്റം, ബാങ്ക് വായ്പകൾ തുടങ്ങിയവയ്ക്ക് ഭൂനികുതി അടച്ചതിന്റെ രസീത് ഒരു പ്രധാന രേഖയായി ആവശ്യപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഇടുക്കി ജില്ലയാണ് കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്നത്.
ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കുരുമുളക് കൃഷിക്ക് അനുയോജ്യമാണ്. പിടിച്ചെടുത്ത രാജ്യം എതിരാളിയോട് മതിപ്പ് തോന്നി തിരികെ നൽകിയ ആക്രമണകാരി ആര്? അലക്സാണ്ടർ ചക്രവർത്തി. ഹൈഡാസ്പസ് യുദ്ധത്തിൽ പോറസ് രാജാവിനെ പരാജയപ്പെടുത്തിയ അലക്സാണ്ടർ ചക്രവർത്തി പോറസിന്റെ ധീരയിലും ഭരണനൈപുണ്യത്തിലും മതിപ്പ് തോന്നി അദ്ദേഹത്തിന് തന്റെ രാജ്യം തിരികെ നൽകി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? കാനഡ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കടൽത്തീരമുണ്ട്. ആർട്ടിക്, അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളിലായി ഇതിന് 2,43,042 കിലോമീറ്റർ തീരദേശമുണ്ട്. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ഒരു സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർക്ക് തന്റെ രാജി ഡെപ്യൂട്ടി സ്പീക്കർക്ക് സമർപ്പിക്കാവുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കർക്കും തിരിച്ചും രാജി നൽകാം. ഗ്രീക്ക് ദുരന്തനാടകങ്ങളുടെ പിതാവ് ആര്? ഈസ്കിലസ്. പുരാതന ഗ്രീസിലെ പ്രമുഖ ദുരന്തനാടകകൃത്തുക്കളിൽ ഒരാളായ ഈസ്കിലസിനെ ഗ്രീക്ക് ദുരന്തനാടകങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മഞ്ഞപ്പിത്തം, ജോണ്ടസ്, പ്രധാനമായും കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നതു കാരണം ചർമ്മവും കണ്ണുകളും മഞ്ഞനിറമാകുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണമാണ്. കായികലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ്? ലോറസ് അവാർഡ്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡുകൾ കായികരംഗത്തെ വ്യക്തിഗതവും ടീം അവാർഡുകളും നൽകി ആഗോളതലത്തിൽ ആദരിക്കുന്ന പ്രധാന വാർഷിക അവാർഡ് പരിപാടിയാണ്. കായികരംഗത്തെ ഓസ്കാർ എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത്? സോഫോക്ലിസ്. ഈഡിപ്പസ് രാജാവ്, ഈഡപ്പസ് റെക്സ് എന്നത് സോഫോക്ലിസ് രചിച്ച 3 തീബാൻ നാടകങ്ങളിൽ ഒന്നാണ്. BC 429 ആദ്യമായി അവതരിപ്പിച്ച ഈ ദുരന്തനാടകം ഗ്രീക്ക് സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയായി കണക്കാക്കപ്പെടുന്നു. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? ഇസ്താംബുൾ. തുർക്കിയിലെ ഇസ്താംബുൾ നഗരം യൂറോപ്പ്, ഏഷ്യ എന്നീ 2 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്നു. ബോസ്ഫറസ് കടലിടുക്ക് ഈ 2 ഭാഗങ്ങളെയും വേർതിരിക്കുന്നു. ഇത് നഗരത്തിന് തന്ത്രപ്രധാനമായ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നൽകുന്നു. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം? സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ്. ഇത് ജലത്തിൽ ലയിക്കുന്ന ഒരു സംയുക്തമാണ്. സാധാരണയായി പശയായും ഡിറ്റർജന്റുകളിലും അഗ്നിപ്രതിരോധ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ഒരു ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായിരുന്നു. ആധുനിക കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപങ്ങളിലൊന്നായ അനലിറ്റിക്കൽ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തതിനാൽ അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി? കെ. കരുണാകരൻ. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന കെ. കരുണാകരൻ 4 തവണ കേരള മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിയായി അദ്ദേഹം രേഖപ്പെടുത്തപ്പെട്ടു. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ല കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്നു. ഈ മേഖലയിൽ നിരവധി കയർ ഫാക്ടറികളും സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നു. ഇത് ജില്ലയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ സംഭാവന നൽകുന്നു. ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത്? ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ ഇന്ത്യയിലെ യുദ്ധങ്ങളിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചു. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിക്കെതിരെ വിജയം നേടുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം? റെഡ് വുഡ്. സെക്വോയ ഡെൻഡ്രോൺ ജൈജാന്റിയം, സെക്വോയഡെൻഡ്രൻ ജൈഗാന്റിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന റെഡ്വുഡ് മരങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷങ്ങൾ. ഇവ പ്രധാനമായും അമേരിക്കയിലെ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട?
കൊച്ചി കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കൊച്ചിയിലെ മാനുവൽ കോട്ട. 1503-ൽ പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഇന്ത്യയിലെ യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു. കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനി. ജിറാഫ്. ജിറാഫുകൾ അവയുടെ നീണ്ട കഴുത്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇണചേരുന്ന സമയത്തും വേട്ടക്കാരിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്നു. കഴുത്തുകൾ ഉപയോഗിച്ച് പരസ്പരം ആഞ്ഞടിക്കുന്നത് അവയുടെ ഒരു സാധാരണ സ്വഭാവമാണ്. ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിംഗ്സ്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതൊരു ദശാബ്ദത്തോളം നീണ്ടുനിന്നു. കരയിലെ സസ്തനികളിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ളത് ജിറാഫ്. ജിറാഫുകളാണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ സസ്തനി. നീളത്തിന്റെ കാര്യത്തിൽ ആഫ്രിക്കൻ ആനകൾക്ക് ശേഷം 2ാം സ്ഥാനത്ത് വരുന്നത് ജിറാഫുകളാണ്. അവയ്ക്ക് വളരെ നീണ്ട കഴുത്തും കാലുകളുമുണ്ട്. ഏറ്റവും നീളമുള്ള പാമ്പ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. റെറ്റിക്കുലേറ്റഡ് പൈത്തൺ, മാലർ പൈത്തൺ റെറ്റിക്യുലേറ്റസ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാമ്പാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് 6 മീറ്ററിലധികം നീളമുണ്ടാകാം. കാഴ്ച കൊണ്ടല്ലാതെ വഴിയറിയുന്ന സസ്തനി വവ്വാൽ. വവ്വാലുകൾ എക്കോലൊക്കേഷൻ എന്ന സവിശേഷ കഴിവ് ഉപയോഗിച്ച് ശബ്ദതരംഗങ്ങൾ പുറത്തുവിടുകയും അവ പ്രതിധ്വനിച്ച് തിരികെ വരുന്നതിലൂടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് ഇരുട്ടിൽ സഞ്ചരിക്കാനും ഇരതേടാനും അവരെ സഹായിക്കുന്നു. കാശിയുടെ പുതിയ പേര് വാരണാസി. വാരണാസി, കാശി, ബനാറസ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ്. ഗംഗാനദിയുടെ തീരത്തുള്ള ഈ നഗരം ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഭൂമിയുടെ സാങ്കൽപ്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്? 23.5 ഡിഗ്രി. ഭൂമിയുടെ അക്ഷം അതിന്റെ പരിക്രമണ തലത്തിന് ലംബമായതിൽ നിന്ന് ഏകദേശം 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചരിവാണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾക്കും വിവിധ പ്രദേശങ്ങളിലെ പകൽ രാത്രി ദൈർഘ്യ വ്യത്യാസങ്ങൾക്കും കാരണം. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921-ൽ സ്ഥാപിതമായ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955-ൽ ദേശസാൽക്കരിക്കപ്പെടുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രീസ്. മ്യൂട്ടേഷൻ സിദ്ധാന്തം മ്യൂട്ടേഷൻ തിയറി ആവിഷ്കരിച്ചത് ഡച്ച് സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡീവ്രീസ് ആണ്. ജീവികളിൽ ആകസ്മികമായി ഉണ്ടാകുന്ന പാരമ്പര്യ വ്യതിയാനങ്ങളായ മ്യൂട്ടേഷനുകളാണ് പരിണാമത്തിന് കാരണമാകുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ 1776-ൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ പ്രധാന വ്യക്തികളിൽ ഒരാളാണ്. ഈ രേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? ന്യൂയോർക്ക്. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹാട്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവും വിനോദസഞ്ചാര ആകർഷണവുമാണ് ടൈംസ് സ്ക്വയർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാൽനട സൗഹൃദ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമാനാക് എന്നത് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ആധികാരികവും പഴക്കമുള്ളതുമായ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്ന ഇത് ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയുടെ കാന്തികശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച്. ചില ഒച്ചുകൾക്ക് ഭൂമിയുടെ കാന്തികക്ഷേത്രം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് അവയുടെ ദിശാനിർണയത്തിനും നീക്കങ്ങൾക്കും സഹായകമായ ഒരു സവിശേഷതയാണ്. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയ പരന്നു സുഗതിനായി വരേണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത്
ശ്രീനാരായണ ഗുരു. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും ദാർശനികനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ് ഈ ഉദ്ധരണി. വ്യക്തിപരമായ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിനും കാരണമാകണം എന്ന സമത്വചിന്ത ഇതിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നു. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തിയേറിയതും നാശത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായ ഒരു ലോഹമാണ് ടൈറ്റാനിയം. വ്യോമയാനം, മെഡിക്കൽ ഇംപ്ലാന്റുകൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇതിന്റെ സാധ്യതകൾ കണക്കിലെടുത്താണ് ഇത് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന മദൻ മോഹൻ മാളവ്യയെയാണ് യാചകരുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇത് ദരിദ്രരുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. ഉറൂസ് ഏതു മതക്കാരുടെ ഒരു ആഘോഷമാണ്? ഇസ്ലാം. ഇസ്ലാമിക സൂഫി പാരമ്പര്യത്തിൽ ഒരു സൂഫി വിശുദ്ധന്റെ ചരമവാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിനെയാണ് ഉറൂസ് എന്ന് പറയുന്നത്. വിശുദ്ധന്റെ ആത്മാവ് അല്ലാഹുവുമായി ലയിക്കുന്ന ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില ഉത്പാദന സംസ്ഥാനമാണ് അസം. നിരവധി തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധമായ ഈ പ്രദേശം ലോകമെമ്പാടും ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നു. യങ് ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ ഗാരിബാൾഡിയും മസ്സിനിയും. 19ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ ഏകീകരണത്തിന് റിസോർജിമെന്റോ നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് ജുസപ്പെ മസ്സിനിയും ജുസപ്പെ ഗാരിബാൾഡിയും. മസ്സിനിയാണ് യങ് ഇറ്റലി എന്ന വിപ്ലവ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഗാരിബാൾഡി അദ്ദേഹത്തിന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യയുടെ കാര്യത്തിലും ഗ്രാമങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തിന്റെ വലിയ ഭൂപ്രദേശവും ഉയർന്ന ജനസംഖ്യയും ഗ്രാമങ്ങളുടെ എണ്ണക്കൂടുതലിന് കാരണമാകുന്നു. എഡ്വിൻ ആർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുധൻ. സർ എഡ്വിൻ ആർണോൾഡിന്റെ 1879 പ്രസിദ്ധീകരിച്ച ഇതിഹാസ കാവ്യമാണ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ. ഈ കൃതി സിദ്ധാർത്ഥ ഗൗതമന്റെ ശ്രീബുധന്റെ ജീവിതവും തത്വങ്ങളും പ്രതിപാദിക്കുന്നു. ബുദ്ധമതത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഇത് വലിയ പങ്ക് വഹിച്ചു. ലഘുഭാസ്കരീയം എന്ന കൃതിയുടെ കർത്താവ് ശങ്കരനാരായണൻ. 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹത്തിന്റെ ലഘുഭാസ്കരീയം എന്നത് ഭാസ്കര ഒന്നാമന്റെ മഹാഭാസ്കരീയം എന്ന ഗ്രന്ഥത്തിന്മേലുള്ള ഒരു വ്യാഖ്യാനമാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന. 1970 എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ച് 100% ഗ്രാമീണ വൈദ്യുതീകരണം കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായി ഹരിയാന മാറി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ നേട്ടം പ്രഖ്യാപിക്കുകയുണ്ടായി. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെ നഗരം നിരവധി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ കേന്ദ്രങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ കാരണത്താൽ കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നാണ് ഈ നഗരം പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. രാജ്യം നിങ്ങൾക്കുവേണ്ടി എന്തു ചെയ്യുമെന്ന് ചോദിക്കരുത്, രാജ്യത്തിനുവേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുക. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി 1961 തന്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. പൗരന്മാരുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തത്തെയും സേവന സന്നദ്ധതയെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് K2 എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്. എവറസ്റ്റ് കൊടുമുടിയാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ.
ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രത്തലവൻ പ്രസിഡന്റാണെങ്കിലും യഥാർത്ഥ നിർവഹണാധികാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. കയർഫെഡ് കോയർഫ്റ്റ് എന്നത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ചുരുക്കപ്പേരാണ്. കയർ ഉത്പന്നങ്ങളുടെ വിപണനത്തിനും കയർ തൊഴിലാളികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് സ്റ്റീഫൻ പാദുവ. കേരള നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ഏറ്റവും കൂടുതൽ കാലം നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സ്റ്റീഫൻ പാദുവ. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി നിയമസഭയിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്ന ഇടുങ്ങിയ കടൽമാർഗമാണ് പാമ്പൻ ചാനൽ. പ്രശസ്തമായ പാമ്പൻ പാലം ഈ ചാനലിന് മുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്നു. മാവിന്റെ ജന്മദേശം ഇന്ത്യ. ഇന്ത്യയും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമാണ് മാവിന്റെ ജന്മദേശം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിൽ മാങ്ങ കൃഷി ചെയ്തുവരുന്നു. ഇത് ഇന്ത്യയുടെ ദേശീയ ഫലമാണ്. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ആദ്യമായി ലഭിച്ച വനിത ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. 1971 അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6-ാം നൂറ്റാണ്ടിൽ. BC 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഉത്ഭവിച്ചത്. ഈ കാലഘട്ടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ സാമൂഹികവും മതപരവുമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കരബന്ധിത രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കര അതിരുകൾ മാത്രം പങ്കിടുന്ന രാജ്യങ്ങൾ നിലവിലില്ല. എല്ലാ രാജ്യങ്ങൾക്കും കടൽത്തീരങ്ങളുണ്ട്. ഇത് മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സവിശേഷതയാണ്. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്ന് _________ ആക്കുന്നു. നീല. ആസിഡുകളെയും ക്ഷാരങ്ങളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. ക്ഷാരപദാർത്ഥങ്ങൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു. അതേസമയം ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ. വിശാഖദത്തൻ രചിച്ച മുദ്രാരാക്ഷസം എന്ന സംസ്കൃത നാടകം ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തിൽ ചാണക്യൻ വഹിച്ച പങ്ക് വിവരിക്കുന്നു. ചാണക്യനാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്ന്. ക്ഷീരപഥകേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വെക്കാൻ സൂര്യനെടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര് കോസ്മിക് ഇയർ. സൂര്യൻ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 225 മുതൽ 250 ദശലക്ഷം ഭൗമവർഷങ്ങൾ എടുക്കുന്നു. ഈ സമയത്തെയാണ് കോസ്മിക് ഇയർ അല്ലെങ്കിൽ ഗാലക്റ്റിക് ഇയർ എന്ന് വിളിക്കുന്നത്. ത്രിപുരസുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്ത്? ത്രിപുര. ത്രിപുര സംസ്ഥാനത്തിലെ ഉദയപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ത്രിപുരസുന്ദരി ക്ഷേത്രം. 51 ശക്തിപീഠങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി SVPNPA തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് (Na2S2O3) എന്ന രാസസംയുക്തം സാധാരണയായി ഹൈപ്പോ എന്നറിയപ്പെടുന്നു. ഫോട്ടോഗ്രാഫിയിൽ ഫിക്സിംഗ് ഏജന്റായും ക്ലോറിൻ നീക്കം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഏത് സംസ്ഥാനത്തിലെ സമ്പദ്വ്യവസ്ഥയാണ് മണിയോർഡർ സമ്പദ്വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ നിരവധി ആളുകൾ തൊഴിലിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുകയും അവരുടെ കുടുംബങ്ങളിലേക്ക് പണം അയക്കുകയും ചെയ്യുന്നു.
ഈ പ്രതിഭാസം കാരണം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മണിയോർഡർ സമ്പദ്വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് മുഹമ്മദ് ഗോറി. 1192-ലെ രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ മുഹമ്മദ് ഗോറിയാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് ശക്തമായ അടിത്തറ പാകിയത്. ഇത് ഡൽഹി സുൽത്താനേറ്റിന്റെയും തുടർന്നുള്ള മുഗൾ ഭരണത്തിന്റെയും തുടക്കത്തിന് വഴിതെളിച്ചു. കേരള നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി റോസമ്മ പുന്നൂസ്. 1957-ൽ കേരള നിയമസഭയിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട റോസമ്മ പുന്നൂസ് പ്രോടൈം സ്പീക്കറുടെ മുമ്പാകെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളിൽ ഒരാളാണ്. പല്ലവന്മാരുടെ തലസ്ഥാനമായിരുന്നതും പട്ടുവ്യവസായത്തിന് പേരുകേട്ടതുമായ നഗരം കാഞ്ചീപുരം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം പുരാതനകാലത്ത് പല്ലവ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഈ നഗരം അതിന്റെ സമ്പന്നമായ ക്ഷേത്രങ്ങൾക്കും പരമ്പരാഗത പട്ട് സാരികൾക്കും ലോകപ്രശസ്തമാണ്. ആദ്യ ടെലിവിഷൻ സംപ്രേക്ഷണം ചെയ്തത് BBC. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC 1936 നവംബർ 2 ലോകത്തിലെ ആദ്യത്തെ ഹൈ ഡെഫനിഷൻ ടെലിവിഷൻ സേവനം ആരംഭിച്ചു. ഇത് ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC എന്നത് കേരള സംസ്ഥാന സർക്കാരിനു കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇതിന്റെ ആസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് അരുണാചൽ പ്രദേശ്. കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഇവിടുത്തെ മലനിരകളും വനങ്ങളും ജനവാസത്തിന് തടസ്സമാകുന്നു. ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്? ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ. മഹാത്മാഗാന്ധി നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ എന്ന നിയമവിദ്യാലയത്തിൽ നിന്ന് ബാർ അറ്റ് ലോ ബിരുദം നേടുകയും ചെയ്തു. 1891-ൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ബിലിറൂബിൻ, ബിലിവെർഡിൻ. കരളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം കൊഴുപ്പുകളുടെ ദഹനത്തെ സഹായിക്കുന്നു. ഈ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പിഗ്മെന്റുകളാണ് ബിലിറൂബിൻ, ബിലിവെർഡിൻ എന്നിവ. ചുവന്ന രക്താണുക്കളുടെ തകർച്ചയുടെ ഉപോൽപ്പന്നങ്ങളാണിവ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രി സർദാർ പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ 1950-ൽ തന്റെ പദവിയിലിരിക്കെ അന്തരിച്ചു. ഇന്ത്യയുടെ ഏകീകരണത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു, പണക്കാരൻ നിയമത്തെയും എന്നു പറഞ്ഞതാര്? ഒലിവർ ഗോൾഡ്സ്മിത്ത്. ഐറിഷ് കവിയും നാടകകൃത്തുമായ ഒലിവർ ഗോൾഡ്സ്മിത്ത് ആണ് ഈ പ്രശസ്തമായ ഉദ്ധരണിക്ക് ഉടമ. നിയമവ്യവസ്ഥയിലെ സാമൂഹിക അസമത്വങ്ങളെ ഇത് വരച്ചുകാട്ടുന്നു. ഏത് ദൈവത്തെയാണ് നായനാർമാർ ആരാധിക്കുന്നത്? ശിവൻ. തമിഴ് ശൈവ ഭക്തരായ നായനാർമാർ ശിവനെയാണ് പ്രധാനമായും ആരാധിച്ചിരുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ഈ ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകി. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഭാരതത്തിൽ 2-ാം സ്ഥാനമുള്ള പക്ഷി കാസോവറി. കാസോവറി ഓസ്ട്രേലിയയിലും ന്യൂഗിനിയയിലും കാണുന്ന ഒരു വലിയ പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. ഭാരതത്തിന്റെ കാര്യത്തിൽ ഒട്ടകപ്പക്ഷിക്ക് പിന്നിൽ 2-ാം സ്ഥാനമാണ് കാസോവറിക്കുള്ളത്. ഭാരതരത്നവും ഓണററി ഓസ്കാറും നേടിയ ആദ്യ വ്യക്തി സത്യജിത് റേ. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റേയാണ് ഭാരതരത്നവും ഓണററി ഓസ്കാറും നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഏറ്റവും വലിയ വായുള്ള സസ്തനി
ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് ആഫ്രിക്കയിൽ കാണുന്ന ഒരു വലിയ സസ്തനിയാണ്. ഏറ്റവും വലിയ വായുള്ള സസ്തനികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാത വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിന് സമാന്തരമായി നീളുന്ന ഒരു പ്രധാന ജലപാതയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ജലഗതാഗതത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. പതാകകളെക്കുറിച്ചുള്ള പഠനം. വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനത്തെ വെക്സിലോളജി എന്ന് പറയുന്നു. പതാകകളുടെ ചരിത്രം, പ്രതീകാത്മകത, രൂപകൽപ്പന എന്നിവ ഈ പഠനത്തിൽ ഉൾപ്പെടുന്നു. ട്രാവൻകൂർ സിമന്റ്സ് എവിടെയാണ്? നാട്ടകം. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് ട്രാവൻകൂർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളിലൊന്നാണ്. പാബ്ലോ നെരൂദ ജനിച്ച രാജ്യം ചിലി. വിശ്വപ്രസിദ്ധനായ കവിയും നൊബേൽ സമ്മാന ജേതാവുമായ പാബ്ലോ നെരൂദ ചിലിയിലാണ് ജനിച്ചത്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം. പമ്പയുടെ ഉത്ഭവം. പുളച്ചിമല. കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നായ പമ്പാനദിയുടെ ഉത്ഭവം പീരുമേടിനടുത്തുള്ള പുളച്ചിമലയിൽ നിന്നാണ്. ശബരിമല ക്ഷേത്രം ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബർദോളി സത്യാഗ്രഹം നയിച്ചത് സർദാർ പട്ടേൽ. 1928-ൽ ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന കർഷക സത്യാഗ്രഹം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ സമരത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് സർദാർ എന്ന പേര് ലഭിച്ചത്. പല്ലവ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ നരസിംഹവർമ്മൻ ഒന്നാമൻ. മഹാനായ പല്ലവ രാജാവായിരുന്നു നരസിംഹവർമ്മൻ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല്ലവ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തുകയും നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ. കാനഡയിലെ ഒരു പ്രവിശ്യയായ ബ്രിട്ടീഷ് കൊളംബിയയെ പർവ്വതങ്ങളുടെ കടൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മനോഹരമായ പർവ്വതനിരകളാൽ സമ്പന്നമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. അതിനാൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകമാണ് ഹൈഡ്രജൻ. പല്ലവ വംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. സിംഹവിഷ്ണുവാണ് പല്ലവ രാജവംശം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണത്തോടെ പല്ലവർ ദക്ഷിണേന്ത്യയിൽ ഒരു പ്രബല ശക്തിയായി മാറി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടി ഉദഗമണ്ഡലം. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടി നീലഗിരിയുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ഈ പേരിന് കാരണമാകുന്നു. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ കോഹൻ. 1958-ൽ ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ സാമുവൽ കോഹനാണ്. ഈ ആയുധം അതിന്റെ പ്രത്യേകതകൾ കാരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഗ്രീക്കുകാർ സാന്ത്രോഗോട്ടസ് എന്ന പേര് ചന്ദ്രഗുപ്ത മൗര്യനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചത് എന്ന് ആദ്യമായി തെളിയിച്ചതാര്? വില്യം ജോൺസ്. ഏഷ്യൻ സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകനായ സർ വില്യം ജോൺസ് ആണ് ഗ്രീക്ക് രേഖകളിലെ സാന്ത്രോഗോട്ടസ് എന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഇത് ഇന്ത്യൻ ചരിത്ര പഠനത്തിൽ ഒരു സുപ്രധാന കണ്ടെത്തലായിരുന്നു. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഫ്യൂജിയാമ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വിശുദ്ധ പർവ്വതമായി കണക്കാക്കപ്പെടുന്നു. ഇത് ജപ്പാനിലെ ഒരു പ്രധാന സാംസ്കാരിക ചിഹ്നം കൂടിയാണ്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ കെ.ജെ. യേശുദാസ്. ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രമുഖ ഗായകനായ കെ.ജെ. യേശുദാസ് അദ്ദേഹത്തിന്റെ അസാധാരണമായ ആലാപന ശൈലിക്ക് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെയുള്ള ഭരണസംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്
മഹാരാജ മാണിക്യ ബഹദൂർ. ത്രിപുരയിലെ മഹാരാജാവായിരുന്ന മാണിക്യ ബഹദൂർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണരീതികൾക്ക് സമാനമായ സംവിധാനങ്ങൾ തന്റെ രാജ്യത്തും നടപ്പിലാക്കി. ഇത് ത്രിപുരയുടെ ഭരണത്തിൽ ആധുനികവൽക്കരണം കൊണ്ടുവന്നു. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം അമ്പലവയൽ. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇഞ്ചി കൃഷിയുടെ ഉന്നമനത്തിനായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകന്റെ. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ ശിലാശാസനങ്ങളിലാണ് കേരളത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ കാണപ്പെടുന്നത്. ഇത് പ്രാചീന കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. കരഭാഗം മുഴുവൻ സെനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയ സെനഗലിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യമാണ്. ഗാംബിയ നദിയിലൂടെയാണ് ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗവും ഒഴുകുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ സ്ഥാനം വഹിച്ചത് വക്കം പുരുഷോത്തമനാണ്. അദ്ദേഹം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നതിനോടൊപ്പം പല മന്ത്രിസഭകളിലും അംഗമായിരുന്നു. ത്രിമൂർത്തികൾ ആരെല്ലാം? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഹിന്ദുമതത്തിലെ പ്രധാന ദേവന്മാരായ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, വിഷ്ണു പരിപാലകൻ, ശിവൻ സംഹാരകൻ എന്നിവരെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ഇവർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ പ്രതിരൂപങ്ങളാണ്. ഏത് വൈസ്രോയിക്കാണ് 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. 1900 ഈഴവ സമുദായം തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് നേരിട്ട വിവേചനങ്ങൾ പരിഹരിക്കാനായി കഴ്സൺ പ്രഭുവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. ഡോക്ടർ പൽപ്പു ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ആദ്യകാല അനൗപചാരിക വിദ്യാലയങ്ങളാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ. ഇവിടെ ഗുരുക്കന്മാർ വിദ്യാർത്ഥികളെ എഴുതാനും വായിക്കാനും പ്രാഥമിക ഗണിതവും പഠിപ്പിച്ചു. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു കെവ്ലാർ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ, ഹെൽമെറ്റുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് ഫൈബറാണ് കെവ്ലാർ. ഇത് വളരെ ഉയർന്ന കരുത്തും ഭാരക്കുറവുമുള്ള ഒരു പദാർത്ഥമാണ്. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട? കോട്ടക്കൽ. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട. ആയുർവേദ ചികിത്സാ കേന്ദ്രമായ ആര്യവൈദ്യശാല ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ 80-ാം അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരം നൽകിയിരിക്കുന്നത്. വിവിധ മേഖലകളിലെ പ്രമുഖരെ സഭയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദക്ഷിണധ്രുവം കണ്ടുപിടിച്ചത് അമുണ്ട്സെൻ. നോർവീജിയൻ പര്യവേക്ഷകനായ റോൾഡ് അമുണ്ട്സെൻ ആണ് 1911 ഡിസംബർ 14 ആദ്യമായി ദക്ഷിണധ്രുവത്തിലെത്തിയത്. ധ്രുവപര്യവേക്ഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു ഇത്. യുറേനിയത്തിന്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തിയം, ലെഡ്. യുറേനിയം അതിന്റെ റേഡിയോ ആക്റ്റീവ് ശൃംഖലയിലൂടെ ശിഥിലീകരിച്ച് ഒടുവിൽ സ്ഥിരതയുള്ള മൂലകമായ ലെഡ് ആയി മാറുന്നു. ഇത് റേഡിയോമെട്രിക് ഡേറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന തത്വമാണ്. ഏതു വംശജരായിരുന്നു അടിമ സുൽത്താൻമാർ? തുർക്കി. ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന ആദ്യത്തെ രാജവംശമാണ് അടിമ രാജവംശം. മംലൂക്കുകൾ എന്നും അറിയപ്പെട്ടിരുന്ന ഇവർ മധ്യേഷ്യൻ തുർക്കി വംശജരായിരുന്നു. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ ഭൂപട നിർമ്മാണ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. 1767 സ്ഥാപിതമായ ഇത് രാജ്യത്തിന്റെ ഭൂപടങ്ങൾ, സർവേകൾ എന്നിവ തയ്യാറാക്കുന്നതിന് ഉത്തരവാദിയാണ്. ഏത് നദിയുടെ പോഷകനദിയാണ് ചമ്പൽ? യമുന.
യമുന നദിയുടെ പ്രധാന പോഷകനദികളിൽ ഒന്നാണ് ചമ്പൽ നദി. മധ്യപ്രദേശിൽ ഉത്ഭവിച്ച് രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഇത് ഒഴുകുന്നു. ദേശീയഗാനത്തിന്റെ പുൾവേർഷൻ പാടാൻ ആവശ്യമായ സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന പൂർണ്ണമായി ആലപിക്കാൻ 52 സെക്കൻഡ് സമയമാണ് സാധാരണയായി എടുക്കുന്നത്. ഇതിനൊരു ചെറിയ പതിപ്പും നിലവിലുണ്ട്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം നിയന്ത്രിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സപ്ലൈകോ എന്ന പേരിലും അറിയപ്പെടുന്നു. സാരെ ജഹാം സേ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സേ അച്ച, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പ്രശസ്തമായ ദേശാഭിമാന ഗാനം രചിച്ചത് കവിയും തത്വചിന്തകനുമായിരുന്ന മുഹമ്മദ് ഇക്ബാലാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരളത്തിലെ സംഗീതം, നാടകം, കലാരംഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. സാൻജോ പാൻസ എന്ന കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് സെർവാൻഡസ്. ലോക ക്ലാസിക്കുകളിൽ ഒന്നായ ഡോൺ ക്വിക്സോട്ട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ സാൻജോ പാൻസയെ സൃഷ്ടിച്ചത് സ്പാനിഷ് എഴുത്തുകാരനായ മിഗ്വൽ ഡി സെർവാൻസ് ആണ്. കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ പ്രശസ്ത നോവലായ ചെമ്മീൻ എന്ന കൃതിയിലെ കേന്ദ്രകഥാപാത്രമാണ് കറുത്തമ്മ. ഇത് രചിച്ചത് ജ്ഞാനപീഠം ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഹിന്ദുപുരാണങ്ങളിൽ ദേവന്മാരുടെ ഭിഷഗ്വരൻ ധന്വന്തരി. ആയുർവേദത്തിന്റെ ദേവനായും ദേവന്മാരുടെ വൈദ്യനായും ഹിന്ദുപുരാണങ്ങളിൽ ധന്വന്തരിയെ സങ്കൽപ്പിക്കുന്നു. ആരോഗ്യത്തിന്റെയും ചികിത്സയുടെയും ദേവനാണ് അദ്ദേഹം. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സിഖ് മതവിശ്വാസിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ ഹിന്ദുമതക്കാരനല്ലാത്ത വ്യക്തിയാണ്. 2004 മുതൽ 2014 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കോശങ്ങളാണ് വെളുത്ത രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ. രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും നശിപ്പിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്നതിനാൽ ഇവയെ ശരീരത്തിലെ ഭടന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്ററുടെ പ്രതിനിധിയായി ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരം സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരിയായിരുന്നു മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആര്? മാതാ അമൃതാനന്ദമയി. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ആത്മീയ നേതാവാണ് മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച ആദ്യ മലയാളി വനിത എന്ന നിലയിൽ ഇത് കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആര്? വാൻഗാരി മാതായി. കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയക്കാരിയുമാണ് വാൻഗാരി മാതായി. 2004 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഇവർ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെയുള്ള സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകി. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ. ബാംഗ്ലൂരിലെ ആസ്ഥാനത്തുനിന്നാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായും ആരാധിച്ചിരുന്ന മൃഗം ഏത്? കാള. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിൽ കാളയുടെ ചിത്രങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ഇത് അവരുടെ കാളയോടുള്ള ഭക്തിയും കാർഷിക ജീവിതത്തിലെ പ്രാധാന്യവും സൂചിപ്പിക്കുന്നു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ലണ്ടൻ. 1946 ജനുവരി 10 ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സെൻട്രൽ ഹാളിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്.
രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകസമാധാനം ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത്. ഗലീലിയോ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലി. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഗലീലിയോ ഗലീലി 1564-ൽ ഇറ്റലിയിലെ പിസയിലാണ് ജനിച്ചത്. ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തവും ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. സിഖ് മതത്തിലെ ആകെ ഗുരുക്കന്മാർ എത്ര പേരാണ്? 10. സിഖ് മതത്തിലെ 10 ഗുരുക്കന്മാരാണ് അവരുടെ ആത്മീയ നേതാക്കളായി കണക്കാക്കപ്പെടുന്നത്. ഗുരു നാനാക്കിൽ തുടങ്ങി ഗുരു ഗോബിന്ദ് സിംഗിൽ അവസാനിക്കുന്നു ഈ ഗുരുപരമ്പര. സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ ഒരു ഹൈഡ്രോകാർബൺ വാതകമാണ്. ഇത് എളുപ്പത്തിൽ കത്തുന്നതിനാൽ സിഗരറ്റ് ലൈറ്ററുകളിലും പോർട്ടബിൾ സ്റ്റൂവുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. കുട്ടികൾക്കുവേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം? സ്കൗട്ട്. സ്കൗട്ട് പ്രസ്ഥാനം കുട്ടികളുടെയും യുവജനങ്ങളുടെയും വ്യക്തിത്വ വികസനം, സാമൂഹിക ഉത്തരവാദിത്തം, പ്രകൃതിയോടുള്ള സ്നേഹം എന്നിവ വളർത്തുന്നതിനുള്ള ഒരു ലോകവ്യാപക പ്രസ്ഥാനമാണ്. റോബർട്ട് ബേഡൻ പവലാണ് ഇതിന്റെ സ്ഥാപകൻ. കുമാരനാശാന്റെ ജന്മസ്ഥലം? കായിക്കര. മഹാകവി കുമാരനാശാൻ മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ കവിതകൾ നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? ചൈന. 1899 മുതൽ 1901 വരെ ചൈനയിൽ നടന്ന ഒരു വിദേശവിരുദ്ധ കലാപമാണ് ബോക്സർ കലാപം. ചൈനയിലെ പരമ്പരാഗത ആയോധനകലകൾ പരിശീലിച്ചിരുന്ന ഐഹിക സൗഹൃദ യൂണിയൻ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. പ്രസാർ ഭാരതി ബോർഡിന്റെ ആദ്യത്തെ ചെയർമാൻ? നിഖിൽ ചക്രവർത്തി. പ്രസാർ ഭാരതി ഇന്ത്യയുടെ പൊതുമേഖലാ പ്രക്ഷേപണ കോർപ്പറേഷനാണ്. 1997-ൽ സ്ഥാപിതമായ ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ പ്രശസ്ത പത്രപ്രവർത്തകനായ നിഖിൽ ചക്രവർത്തിയായിരുന്നു. ബേലം ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കുർനൂൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേലം ഗുഹകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയതും നീളമേറിയതുമായ ഗുഹകളിൽ ഒന്നാണ്. പ്രകൃതിദത്തമായ ചുണ്ണാമ്പുകല്ല് രൂപീകരണങ്ങളാൽ ഈ ഗുഹകൾ മനോഹരമാണ്. അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥ? പ്രമേഹം. പ്രമേഹം എന്നത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലും കൂടുതലായി നിലനിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തിലെ കുറവോ അതിന്റെ പ്രവർത്തനത്തിലെ തകരാറോ ആണ് ഇതിന് കാരണം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം. മരച്ചീനി, കപ്പ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്നത്. ഇത് കർഷകർക്ക് ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭ? നാഷണൽ അസംബ്ലി. ഫ്രാൻസിന്റെ നിയമനിർമ്മാണ സഭയുടെ അധോസഭയാണ് നാഷണൽ അസംബ്ലി. രാജ്യത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാനുപയോഗിക്കുന്ന ലോഹം? ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ലോഹത്തിന് ഉയർന്ന ദ്രവണാങ്കവും താപനിലയിൽ രൂപം മാറാത്ത സ്വഭാവവുമുണ്ട്. ഈ പ്രത്യേകതകൾ കാരണം വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റായി ടങ്സ്റ്റൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫ്രാൻസിലെ 5ാം റിപ്പബ്ലിക്കിലെ ആദ്യ പ്രസിഡന്റ്? ചാൾസ് ഡിഗോൾ. ചാൾസ് ഡിഗോൾ ഫ്രാൻസിന്റെ 5ാം റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക്, പിന്നീട് ഫ്രാൻസിന്റെ രാഷ്ട്രീയ പുനഃസംഘടന എന്നിവയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഭോപ്പാൽ ദുരന്തത്തിനു കാരണമായ രാസവസ്തു? മീഥൈൽ ഐസോസയനേറ്റ്. 1984-ൽ ഭോപ്പാലിൽ നടന്ന വാതക ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ ഐസോസയനേറ്റ് മൈക് ആയിരുന്നു. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് ചോർന്ന ഈ വിഷവാതകം ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ദീർഘകാല രോഗങ്ങൾക്കും കാരണമായി. ബോധ്ഗയ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ.
ബുദ്ധമത വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ബീഹാറിലെ ബോധ്ഗയ. ഗൗതമ ബുദ്ധൻ ബോധോദയം നേടിയ സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. UGC രൂപവൽക്കരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ഒരു പ്രധാന റെഗുലേറ്ററി ബോഡിയാണ്. ഇത് രൂപീകരിച്ചപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യയുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. 1899-ൽ നടന്ന ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കുന്നതിനായി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് രൂപീകരിച്ചു. ഈ അനുഭവം ഗാന്ധിജിയുടെ സാമൂഹ്യപ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന സ്വാധീനം ചെലുത്തി. മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം സ്ട്രോംബോളി. ഇറ്റലിയിലെ സ്ട്രോംബോളി അഗ്നിപർവ്വതം നിരന്തരമായി ചെറിയ തോതിൽ പൊട്ടിത്തെറികളുണ്ടാക്കുന്നതിനാൽ ഇതിനെ മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു സജീവ അഗ്നിപർവ്വതമാണ്. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളി VN രാജശേഖരൻ പിള്ള. പ്രൊഫസർ VN രാജശേഖരൻ പിള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC വൈസ് ചെയർമാൻ സ്ഥാനത്തെത്തിയ ആദ്യ മലയാളിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബോംഡില ചുരം കിഴക്കൻ ഹിമാലയത്തിലെ ഒരു പ്രധാന പാതയാണ്. ഇത് ടിബറ്റുമായും ഭൂട്ടാനുമായും ബന്ധിപ്പിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ പാതയാണ്. 1905-ൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവി. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905-ൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഈ പത്രം സാമൂഹിക നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ശബ്ദമുയർത്തി.